മാങ്കൂട്ടം എവിടെയുണ്ട് എന്ന് ഈ 10ാം ദിവസവും ചോദിക്കുമ്പോൾ അത് അറിയാവുന്ന ഏക വ്യക്തി കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ഫോണായ ഫോണുകളൊക്കെ മാറി, വീടായ വീടുകളും മാറി. റിയൽ എസ്റ്റേറ്റുകാരുടെ സഹായത്തോടെ ബംഗളൂരിലെ അത്യാഡംബര വില്ലയിൽ മാങ്കൂട്ടം കഴിഞ്ഞു എന്നൊക്കെ തുടങ്ങി അടിക്കടി പല വാർത്തകളും പരക്കുന്നുണ്ട്. അതിർത്തികളിലെല്ലാം മാങ്കൂട്ടത്തിനായി തിരച്ചിൽ സജീവമാണ്. അപ്പോഴും പക്ഷേ മാങ്കൂട്ടത്തെ കണ്ടുകിട്ടുന്നില്ല. ഇവിടെയാണ് ആദ്യ കേസിൽ ഇന്ന് മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടിയതും. ഗർഭചിത്രം അടക്കമുള്ള വലിയ ആരോപണങ്ങളാണ് അഴിച്ചുവിട്ടിരുന്നത്. പക്ഷെ ഒടുക്കം കോടതി കണ്ടെത്തി ഇതൊക്കെ ഒരു ഉഭയകക്ഷി പ്രകാരമുള്ളതാണ് എന്ന്. ഇതോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു. എന്നാൽ രണ്ടാമത്തെ കേസിൽ അറസ്റ്റ് കോടതി തടയുന്നുമില്ല. എന്താണെങ്കിലും ഇവിടേക്ക് കോടതിയുടെ മുറിക്ക് പുറത്ത് UDFന്റെ കൺവീനറായ അടൂർ പ്രകാശ് എല്ലാം മുഖ്യനറിയാം എന്നൊരു പറച്ചിൽ പറയുന്നുണ്ട്. എന്നിട്ടും പിടികൂടാത്തതിന്റെ കാര്യകാരണ സഹിതം ചില കാര്യങ്ങൾ അദ്ദേഹം തുറന്നടിക്കുകയും ചെയ്യുന്നുണ്ട്. അതൊന്ന് കാണാം. മുഖ്യമന്ത്രിക്ക് നല്ല കൃത്യമായി അറിയാം ഒരു പ്രതിയെ സംബന്ധിച്ചോ ആ പ്രതി എവിടെ ഉണ്ട് എന്നതിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയാവുന്ന ഏക വ്യക്തി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹമാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തത്. അപ്പോൾ തീർച്ചയായിട്ടും ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്കാണ് ഏറ്റവും നന്നായിട്ട് ഒരു പ്രതി എവിടെ ഉണ്ട് എന്നതിനെക്കുറിച്ച് അറിയാൻ കഴിയുന്ന അദ്ദേഹത്തിന് തന്നെയാണ്. അദ്ദേഹം ഇപ്പോൾ എന്തിനു വേണ്ടിയാണ് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറി പോകുന്നത് എന്നതിനെക്കുറിച്ച് എനിക്കറിയില്ല. ഇന്നിപ്പോൾ തൃശ്ശൂരിലെ അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഒന്ന് ഞാൻ പറയാം, ഇതെല്ലാം ചെയ്യുന്നത് കേരളത്തിലെ സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്നത് അവസാനിപ്പിക്കുവാൻ വേണ്ടിയും ആ സ്വർണ്ണക്കൊള്ള ജനങ്ങളുടെ മുമ്പിലേക്ക് വരാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെയും ഇതുപോലെ പല കാര്യങ്ങളും നീട്ടിക്കൊണ്ട് പോകുന്നത്. അതായത് ആഭ്യന്തര വകുപ്പ് ഒരു പരാജയമാണ്, അവർക്ക് അറിയാമായിരുന്നിട്ടും രാഹുലിനെ പിടിക്കുന്നില്ല, അതൊരു കഴിവുകേടാണ്, അത് സ്വർണ്ണക്കൊള്ള മറയ്ക്കുന്നതിനാണ് എന്നുള്ളതാണോ UDFന്റെ നിലപാട്? സംശയം എന്താ, ഞാനത് ഇപ്പൊ പറഞ്ഞ കാര്യം മാത്രമല്ല, നേരത്തെ ആണെങ്കിലും ഞാൻ ഇതേ കാര്യങ്ങൾ തന്നെ നിങ്ങളുടെ മുമ്പിൽ തുറന്നു പറഞ്ഞിട്ടുള്ളതാണ്. അന്നും ഞാൻ എൻ്റെ അഭിപ്രായം ഇന്നതാണ് എന്ന് ആ അവസരത്തിലും തുറന്നു പറഞ്ഞിട്ടുണ്ട്. ആഭ്യന്തര വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉടനെ പിടിക്കേണ്ട. പിടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നടക്കുന്ന ചർച്ചകൾ എന്ന് വെച്ചാൽ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ അവസാനിക്കും. അത് അവസാനിപ്പിക്കുക എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പാണ്. 9-ാം തീയതി ആദ്യഘട്ടത്തിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്നു, 11-ാം തീയതി രണ്ടാം ഘട്ടത്തിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ഇത് രണ്ടും കഴിയുന്നത് വരെ ഇവിടെ ഒരു കാര്യവും ഉണ്ടാകത്തില്ല എന്നുള്ളതാണ്. പക്ഷേ ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ ഇതിൻ്റെ അവസാന നിമിഷം വരെയും ഞങ്ങൾ ഉയർത്തിയ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് ഞങ്ങൾ നിരന്തരമായി ജനങ്ങളുടെ മുമ്പിലേക്ക് അറിയിക്കും, പറയും. ജനങ്ങൾ അതിനെതിരെ ശബ്ദമുയർത്തുക മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിൽ അതിന് വിധിയെഴുത്തുണ്ടാകും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. രാഹുലിനെതിരെ ആദ്യ പരാതി ഉന്നയിച്ച റിനിയുടെ വീട്ടിൽ ഇന്നലെ ഒരാൾ വന്ന് ഭീഷണിപ്പെടുത്തിയെന്ന് ഇപ്പോൾ റിനി പറഞ്ഞിട്ടുണ്ട്. നേരിട്ട് വന്ന് ഭീഷണിപ്പെടുത്തുകയായിരുന്നു. അതൊക്കെ നേരെ നിങ്ങൾ പോയി അന്വേഷിച്ചാൽ മതി. എന്നോട് ചോദിച്ചിട്ട് എന്ത് കാര്യമാണ്? എന്നോട് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. ഏതായാലും ഞാൻ ഭീഷണിപ്പെടുത്താൻ പോയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് പറയാം, ഞാൻ അങ്ങനെ പോയിട്ടില്ല എന്ന് തന്നെ ധൈര്യമായിട്ട് പറയാം. അതൊക്കെ നിങ്ങൾ പോയി അന്വേഷിക്കണം, അതാണ് നിങ്ങളുടെ കടമ. അല്ല, അതെ, സൈബർ ആക്രമണം ഇപ്പൊ തുടങ്ങിയതല്ലല്ലോ, ഇത് കുറേ നാളായിട്ട് തുടങ്ങിയതല്ലേ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെതിരെ സൈബർ ആക്രമണം കൊണ്ടുവരികയും അതിന് ആ പറയുന്ന ആളുകളെ മോശക്കാരാക്കുവാൻ വേണ്ടി ശ്രമം നടത്തുകയും ചെയ്യുന്നത് ഒരു സ്ഥിര സംവിധാനമാണ്. അതിൻ്റെ ഭാഗമായി ഇവിടെ നടക്കുന്നു എന്ന് മാത്രമേ എൻ്റെ അഭിപ്രായത്തിലുള്ളൂ. ജമാഅത്തെ ഇസ്ലാമി കൂട്ടുകെട്ട് ശക്തമാണ്. മലബാർ മേഖലകളിലേക്ക് പോയി അങ്ങനെ ഒരു പ്രസ്താവന കോൺഗ്രസിനെതിരെ കുറച്ചുകൂടി കടുപ്പിച്ച് ഉന്നയിച്ചിരിക്കുകയാണ്. ആരാ? മുഖ്യമന്ത്രിയാണോ? മുഖ്യമന്ത്രി മാത്രമല്ലല്ലോ, വേറൊരാളൂടെ കടുപ്പിച്ചു. അത് നിങ്ങൾ കേട്ടായിരുന്നു. ആരാ? നമ്മുടെ ഗോവിന്ദൻ, മറ്റേ CPMന്റെ സംസ്ഥാന സെക്രട്ടറി. അദ്ദേഹം ഇതേ അഭിപ്രായം തന്നെ പറഞ്ഞു. അദ്ദേഹം ഈ അഭിപ്രായം പറഞ്ഞു എന്ന് പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, അവർക്ക് എല്ലാം ആകാം, എന്തുമാകാം, അതിന് യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ
വേറെ ഒരാൾക്ക് ആരെങ്കിലും വോട്ട് ചെയ്യുന്നത് എങ്ങനെ തടയാൻ കഴിയും എന്നതിനെക്കുറിച്ച് അവർ ആലോചിച്ചുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് പറയുന്ന ഒരു കാര്യമാണ്. മുഖ്യമന്ത്രി പറയുന്നു എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിയോടൊപ്പം സംസ്ഥാന സെക്രട്ടറിയും ഇതേ കാര്യങ്ങൾ തന്നെ ഉന്നയിച്ചാണ്. അതായത് ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുകെട്ടുണ്ട് എന്ന് പറയുന്നതിനെ ന്യായീകരിക്കുകയാണ്, അങ്ങനെയാണോ? ജമാഅത്ത് അല്ല, ആരുടെ വോട്ട് കിട്ടിയാലും ഞങ്ങൾ അത് സ്വീകരിക്കും. ഇപ്പൊ ഇന്ന ആള് വോട്ട് ചെയ്യുന്നത് ജമാഅത്തെ ഇസ്ലാമി ആണോ അത് പരിശോധിക്കാറില്ല, അത് അങ്ങനെ പരിശോധിക്കാറില്ല ഞങ്ങൾ. അത് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ജീവൻ മരണ പോരാട്ടമാണ്. ഈ പോരാട്ടത്തിൽ ഞങ്ങൾക്ക് ആര് വോട്ട് ചെയ്താലും ഞങ്ങളത് 100% സ്വീകരിക്കും എന്ന് മാത്രമാണ്. അത് ഞങ്ങൾ ആരുടെ വോട്ടാണ് കിട്ടാൻ പോകുന്നത്, ആരാണ് തരുന്നത് എന്നതിനെ കുറിച്ചൊന്നും ഞങ്ങൾ പ്രത്യേകിച്ച് നോക്കാറില്ല. അത് ഞാൻ പറഞ്ഞല്ലോ, ഇനി അതിൽ കൂടുതൽ ഇനി എന്താ പറയേണ്ടത്? രാഹുലിനെ കേരളം കോൺഗ്രസ് നേതൃത്വം കൈവിട്ടെന്ന് പറയുമ്പോഴും കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിലെ ആ ഒരു നേതൃത്വം അറിയാതെ അത്ര ദിവസം അവിടെ ഒളിവിൽ കഴിയാൻ സാധിക്കുമെന്ന് ഒരു ഉണ്ടോ? അല്ല, അങ്ങനെ കർണാടകയിലാണ് എന്ന് ഞങ്ങൾക്കാർക്കും അറിയില്ല. കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് അറിയില്ല, എവിടെയാണെന്ന് ഞങ്ങൾക്കറിയില്ല. ഞാൻ അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഇത് കൃത്യമായി അറിയാം, അദ്ദേഹത്തിൻ്റെ പോലീസിന് കൃത്യമായിട്ട് അറിയാം. അവർ കണ്ടുപിടിക്കേണ്ട കാര്യങ്ങൾ അവർ കണ്ടുപിടിക്കട്ടെ. അതിനകത്ത് ഞങ്ങൾക്ക് യാതൊരു സംശയവും, ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല. സംശയം എന്താ? ഒരു സംശയവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല ഈ കാര്യത്തിൽ. രാഹുലിന്റെ വിഷയത്തിൽ എന്തെങ്കിലും തരത്തിലൊരു ഇരട്ടത്താപ്പ് വരുന്നുണ്ടോ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന്? ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്ത് എന്താ ഇരട്ടത്താപ്പ്? ഞങ്ങൾക്ക് ഒറ്റ താപ്പേ ഉള്ളൂ, ഒരു അഭിപ്രായമേ ഉള്ളൂ. ആ ഒരു അഭിപ്രായം മാത്രമാണ് ഞങ്ങൾക്കുള്ളത്. അത് എപ്പോഴും ഞങ്ങൾ പറയാറുണ്ട്.